വിവിധ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ഇന്നവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അത് ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള ഫലപ്രദമായ തീരുമാനങ്ങളും ഇച്ഛാശക്തിയോടുകൂടിയ മുന്നേറ്റങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ള വകുപ്പാണ് ടൂറിസം വകുപ്പ്. ലോകത്തിന് തന്നെ മാതൃകയായ ഒട്ടേറെ ടൂറിസം പ്രോഡക്റ്റുകൾ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്ത ടൂറിസം ഒരു പ്രഖ്യാപനത്തിൽ മാത്രമല്ല, വിവിധ സെമിനാറുകളിലെ ടോപ്പിക്കാക്കി മാറ്റാൻ വേണ്ടി മാത്രമല്ല, വിവിധ ടൂറിസം മേളകളിൽ ഷോക്കേസ് ചെയ്യാൻ മാത്രമല്ല, മറിച്ച് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പ്രായോഗിക മാതൃക സൃഷ്ടിക്കാനാണ് ഇതുവരെ നാം ശ്രമിച്ചത്. അന്നെല്ലാം പല ഘട്ടങ്ങളിൽ ഉയർന്നു കേട്ട ചോദ്യം, ഏറ്റവും നന്നായി ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ പ്രോഡക്ട്സ് സെല്ല് ചെയ്യാൻ, അതിൽ മുട്ടയുണ്ടാവാം, പഴമുണ്ടാവാം, പച്ചക്കറി ഉണ്ടാവാം, അതെല്ലാം ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വരുമാനം കിട്ടാനുള്ള മാർഗമെന്നുള്ള റിസോർട്ടുകളെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ടൂറിസം ഇൻഡസ്ട്രിയെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അന്ന് കേട്ട ആക്ഷേപം പച്ചക്കറി കച്ചവടമാണോ ടൂറിസം അല്ലെങ്കിൽ ഉത്തരവാദിത്ത ടൂറിസം എന്നായിരുന്നു. തീർച്ചയായും അല്ല. പക്ഷേ അതിനും ഒരു സ്പേസ് ഉണ്ട് ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. പിന്നീട് നാം എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിലേക്ക് തിരിഞ്ഞു. അതിനെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇപ്പോൾ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിർവഹിക്കുക എന്നുള്ള നിലയിൽ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളെ സജീവമാക്കി കൊണ്ടുപോകാൻ വേണ്ടി കേരളത്തിൽ ഗവൺമെന്റ് ഒരു നയമുണ്ടാക്കി. റെസ്പോൺസിബിൾ ടൂറിസമാണ് നയത്തിന്റെ കാതൽ. റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നത് RT മിഷൻ മാത്രം നടപ്പാക്കുന്ന ഒരു പ്രോസസ് അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടൂറിസം നയത്തിന്റെ കാതലതാണ്. ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും കാതലതാണ്. ടൂറിസത്തെ ജനകീയ വികസനവുമായി കൂട്ടി ഇണക്കുക, ഗ്രാമീണ വികസനത്തിന്റെ വേദിയാക്കി ടൂറിസത്തെ മാറ്റുക, ജനപക്ഷ ടൂറിസം വികസന പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഗവൺമെന്റിന്റെ നിലപാട്. അത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് നിലപാടെന്നുള്ളത്. ടൂറിസം ഫോർ ഓൾ എന്ന കോൺസെപ്റ്റ് ലോകവ്യാപകമായി ചർച്ച നടക്കുമ്പോൾ അത് ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ കാതലായ വസ്തുതയാണ് എന്ന 2002 കേപ്പ് ടൗൺ ഡിക്ലറേഷൻ, പിന്നീട് 2008 നാം കൊച്ചിയിൽ നടത്തിയ RT കോൺഫറൻസിലൂടെ നടത്തിയ കേരള ഡിക്ലറേഷൻ, ഇതിന്റെ എല്ലാം കോർ സെന്ററായി സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ കൂടി പരിഗണിക്കുന്നതാണ് ടൂറിസം എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടെങ്കിൽ പോലും ദൗർഭാഗ്യവശാൽ ഒരിക്കൽ പോലും നമുക്ക് റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ പാർട്ടായി പോലും അത് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. വളരെ അഭിമാനത്തോടെയാണ് പറയാൻ കഴിയുന്നത്. തീർച്ചയായും റാണി ജോർജ് മാഡവും ശ്രീ ബാലകരൻ സാറും ടൂറിസം ഡയറക്ടറായി ബാലകരൻ സാർ കൂടി ചാർജ് എടുത്തതിന് ശേഷം അതിനു മുൻപ് ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ ടൂറിസം ഡയറക്ടർ എന്നുള്ള നിലയിൽ ശ്രീ P. ബാലകരൻ IAS ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയ ബാരിയർ ഫ്രീ കേരള മൂവ്മെന്റ് വെറുതെ ഒരു ചർച്ചയിലേക്ക് ഒതുങ്ങിപ്പോകാനല്ല ശ്രമിച്ചത്. പകരം ഡെസ്റ്റിനേഷൻ സ്പെസിഫിക് ആയി എന്ത് ചെയ്യണം, ഓരോ ഡെസ്റ്റിനേഷനും എങ്ങനെ നടപ്പാക്കണം, അതിൽ ജനങ്ങളുടെ അഭിപ്രായം എടുക്കണം. അദ്ദേഹം RT മിഷനുമായി ചർച്ച ചെയ്യുമ്പോൾ RT മിഷന്റെ പൂർണ്ണമായ നിയന്ത്രണം ടൂറിസം ഡയറക്ടർക്കാണ്. അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ തന്ന നിർദ്ദേശം കേരളത്തിൽ 2021 ആകുമ്പോൾ കേരളത്തെ പൂർണ്ണമായി ആക്സസിബിൾ ഫ്രണ്ട്ലി ഡെസ്റ്റിനേഷനായി ഡിക്ലെയർ ചെയ്യാൻ കഴിയും. അത് പക്ഷേ വെറുതെ ഒരു ഡിക്ലറേഷൻ അല്ല. ഓരോ ഡെസ്റ്റിനേഷനിലും ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്താണ്, ഓരോ ടൂറിസം സ്ഥാപനത്തിലും എന്ത് പ്രവർത്തനമാണ് നടത്തേണ്ടത്, അതിനുള്ള പഠനങ്ങൾ നടക്കണം. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, അദ്ദേഹം നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് കോവളത്തെ ഈ ആക്സസിബിലിറ്റി ഓഡിറ്റിങ്ങിന്റെ, ഞാൻ കരുതുന്നത് തീർച്ചയായും ഒരു ടൂറിസം വകുപ്പ് മുൻകൈയിൽ ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കോവളത്തത് നടത്താൻ അദ്ദേഹം മുൻകൈയെടുത്തു. RT മിഷൻ അതിനുള്ള അനുമതി നൽകി. ഇത് വലിയ ആഘോഷങ്ങളില്ലാതെ ഇത് 2 മാസക്കാലം 3 മാസക്കാലം മുമ്പേ ഇത് ടൂറിസം വകുപ്പിന് കൈമാറ്റം ചെയ്യപ്പെട്ടു. അദ്ദേഹം തന്നെ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. കോവളം ഡെസ്റ്റിനേഷനിൽ എന്തെല്ലാം ആക്സസിബിൾ ടൂറിസത്തിന്റെ ഭാഗമായി ഉണ്ടാവണം എന്ന പഠനം നടത്തുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു തലത്തിലാണ് ചെയ്തത്. ഇന്റർനാഷണൽ ബാരിയർ ഫ്രീ കൈറ്റ് ഫെസ്റ്റ് H2Oയുടെ നേതൃത്വത്തിൽ ഹെൽപ്പിംഗ് ഹാൻഡ് ഓർഗനൈസേഷനുമായി ചേർന്നുകൊണ്ട് RT മിഷനും കേരള ടൂറിസവും കൂടി ചേർന്ന് സംഘടിപ്പിക്കുകയും അവിടെ വന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന്റെ മോഡൽ, ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിലാണ് ആ സമീപനം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ടാണത്. പൂർണ്ണമായ അർത്ഥത്തിലെല്ലാം ശരിയാണെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. ഒരു ആക്സസിബിൾ ടൂറിസത്തെ കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് മുന്നിൽ വയ്ക്കാൻ കേരള ടൂറിസത്തിന് കഴിയുന്നത് കേരള ടൂറിസം ഇപ്പോൾ നടത്തിയ ഇത്തരം ഇടപെടലുകളുടെ ഭാഗമാണ്. തീർച്ചയായും ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പിലെ പ്ലാനിംഗ് വിങ് വളരെ കൃത്യമായി പദ്ധതികൾ ഉണ്ടാക്കി, DTPCകൾ അത് തയ്യാറാക്കി, ഡെപ്യൂട്ടി ടൂറിസം ഡയറക്ടർമാർ ആ തരത്തിൽ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു. ഓരോ ഡെസ്റ്റിനേഷനിലും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിക്കുക, ആക്സസിബിൾ ഫ്രണ്ട്ലി ആവുക എന്ന് പറഞ്ഞാൽ വീൽ ചെയർ കൊണ്ടുപോകാനുള്ള സൗകര്യം തയ്യാറാക്കിയാൽ ആക്സസിബിൾ ഫ്രണ്ട്ലി ആയി എന്നാണ് നാം പല കേന്ദ്രങ്ങളിലും നാം അങ്ങനെ ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെയല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായത്തിൽ WHO തന്നെ പറയുന്നത്
ലോക ജനസംഖ്യയുടെ 15% ആളുകൾ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള സമൂഹമാണ്. അതായത് 1 ബില്യണോളം വരുന്ന ആളുകൾ ഈ തരത്തിൽ വിവിധ ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ എല്ലാം നേരിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ടൂറിസം ഫോർ ഓൾ എന്ന കോൺസെപ്റ്റ് നമുക്ക് നടപ്പാക്കണമെങ്കിൽ, അത് റെസ്പോൺസിബിൾ ടൂറിസം ആവട്ടെ, സസ്റ്റൈനബിൾ ടൂറിസം ആവട്ടെ, UNWTO പറയുന്നത് എല്ലാവരെയും പരിഗണിക്കാത്ത ഇൻക്ലൂസീവായ ഒരു ടൂറിസത്തെ കുറിച്ച് സംസാരിക്കാതെ ഒരിക്കലും സസ്റ്റൈനബിൾ ടൂറിസത്തെ കുറിച്ചോ റെസ്പോൺസിബിൾ ടൂറിസത്തെ കുറിച്ചോ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാണ്. കേരള ടൂറിസം ഒരു വലിയ മുന്നേറ്റം നടത്തുകയാണ്. ഈ ദിവസം ഇതൊരു തുടക്കമാണ്. ബാരിയർ ഫ്രീ കേരളയുടെ ഔപചാരികമായ തുടക്കം കുറിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള സോഷ്യൽ ഓഡിറ്റുകൾ നടന്നു വരുന്നുണ്ട്, ഇനിയും നടക്കാൻ പോവുകയാണ്. ഇത് മാത്രമല്ല, ഡെസ്റ്റിനേഷനുകളിലും സർക്കാരിന്റെ സ്ഥാപനങ്ങളിലും മാത്രമല്ല, മറിച്ച് ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ ടൂറിസം ഇൻഡസ്ട്രി ലീഡേഴ്സ്, ഇപ്പോൾ ഇന്ന് രാവിലെ ക്ലബ് മഹേന്ദ്രയുടെ ബഹുമാന്യനായ കോർപ്പറേറ്റ് GM ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പിൽ പ്രസന്റ് ചെയ്തു രാവിലെ തന്നെ. പ്രിയപ്പെട്ട ശ്രീ ജാക്സൺ ഇവിടെയുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ച ഉടനെ തന്നെ അഡ്വഞ്ചർ ടൂറിസം മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചർച്ചയാണ് അദ്ദേഹം നമ്മളുമായി നടത്തിയത്. ജാക്സന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ കോവളത്ത് സ്കൂബ ഡൈവിങ്ങിനെ എങ്ങനെ ആക്സിബിൾ ടൂറിസവുമായി കണക്ട് ചെയ്യാൻ കഴിയുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി. സ്കൂബ ഡൈവിംഗ് ബഹുമാന്യനായ സുഹൃത്തിനെ കൊണ്ട് നടത്തിച്ചു. അതിന്റെ പ്രസന്റേഷൻ ഇവിടെ വീഡിയോ പ്രസന്റേഷൻ നടക്കും. അപ്പോൾ ഇതൊരു കൂട്ടായ മുന്നേറ്റമാണ്. ടൂറിസം വകുപ്പ് എന്നതല്ല, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എന്നുള്ളത് മാത്രമല്ല, കേരള ടൂറിസം എന്ന ഒറ്റ ബ്രാൻഡിൽ നമുക്ക് കേരളത്തെ മാറ്റിയെടുക്കാനുള്ള എല്ലാവരുടെയും ആസ്വാദനത്തിന്റെ വേദിയായി, ആഘോഷത്തിന്റെ വേദിയായി, എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാനുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമാകും. റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ കാര്യത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്താണ്. ഒരുപക്ഷെ ഈ ആശയം ഇത്ര ഭംഗിയായി നടപ്പാക്കിയ മറ്റൊരു രാജ്യം, മറ്റൊരു സംസ്ഥാനം ലോകത്തില്ല. ഞാൻ ഓർക്കുന്നു, 5 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരികയുണ്ടായി. അന്ന് അവർ തന്നെ പറഞ്ഞു, അവർ വിചാരിച്ചു ബ്രസീലും മറ്റു ചില രാജ്യങ്ങളിലെ ആളുകളുണ്ടായി, ഞങ്ങളാണ് കൂടുതൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അവർ തന്നെ പറഞ്ഞു, നിങ്ങളാണ് ഞങ്ങൾക്ക് മാതൃകയെന്ന്. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുകയാണ്, നമ്മുടെ ഗവൺമെന്റ് ടൂറിസം രംഗമാണ് കേരളത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഏറ്റവും നല്ല വഴി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള മേഖല ടൂറിസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കാര്യത്തിൽ വളരെ അകവഴിഞ്ഞ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞാൻ KTMന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കൂടി സംസാരിക്കുക. ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹനം, ഇപ്പൊ ഈ വേദിയിലിരിക്കുന്ന ടൂറിസം സെക്രട്ടറി റാണി ലോറി മാഡം, ഡയറക്ടർ ബാലകരൻ സർ, ഇവരൊക്കെ ഞങ്ങളുമായിട്ടുള്ള പല മീറ്റിങ്ങുകളിലും സാധാരണ അവർ നടത്തുന്ന അവരുടെ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള പ്രവർത്തന മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടൂറിസം രംഗത്തേക്ക് വരുമ്പോൾ ഞങ്ങളുമായി നേരിട്ട് സംവാദം നടത്തിക്കൊണ്ട് തന്നെ, ഇപ്പോൾ മാഡം പറയുകയായിരുന്നു, പുതിയ ടൂറിസം റെഗുലേറ്ററി അതോറിറ്റി വരികയാണ്, പുതിയ ടൂറിസം പോളിസിയുടെ സ്ട്രാറ്റജി വരുന്നു, അതിന് നക്കല് ഡ്രാഫ്റ്റ് റെഡിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാൻ, നോക്കിയിട്ട് അഭിപ്രായം പറയണമെന്ന്. അങ്ങനെ കേരള ടൂറിസത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഇത് കേരളത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ടുഡേ ഇൻ ദ മോർണിംഗ് ഐ ഹാഡ് എ ചാറ്റ് വിത്ത് Mrs. Agarwal and Mr. Simon John in this here in the morning. See, I was wondering, she's coming all the way from Delhi to participate in this event, and after talking with her, I understand that she is involving this industry in this kind of tourism for last many years. And even Simon was telling he's exporting and importing equipments related to accessible tourism. This is again another new area of business. I never thought of that. And he was even telling what are the facilities required. I also have rooms having accessibility to differently able people. But in a certain aspects, even today he was telling, that's very different. Those things that we are not doing. Very special care equipments we need in our hotels, in our public areas. Anyway, let me congratulate once more Mr. Ruvesh. After Ruvesh becoming the director of IT Commission, and I remember even Mohanlal sir, when he was a director for eco-friendly tourism, we had a lot of movements in Tenmala and other places. Anyway, Kerala Tourism got a good team of people working. Even for the industry, Mr. Anish, I had to take last week, a team of 23
People from 23 countries travel all over Kerala. Yoga, around 70 people travel all over Kerala from the initiative of Mr. Anish. Anyway, it's a combination. In Kerala, this is a combination of public and government participation. This will definitely show good results in the future. Once more, I congratulate Ruvesh and the team of Kerala Tourism. Thank you very much.